എന്നാലും കുഴപ്പമില്ല. നല്ലൊരു വൺ ടൈം വാച്ച് മൂവി കേട്ടോ, കുഴപ്പമില്ല. ആദ്യ ദിവസത്തിൽ അവസാനത്തെ നന്നായിട്ടുണ്ട്. അവസാനമൊക്കെ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അവർ രണ്ടു ദിവസത്തിന് ഹോറൊക്കെ നല്ലപോലെ ഇച്ചിരി പേടിക്കുന്ന സീനുണ്ട് കേട്ടോ. രക്ഷി ഒരു സീനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നന്നായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാലേ ഒരു ആവറേജ് മൂവി എന്ന് വെച്ചാൽ ലോകയായിട്ടൊന്ന് കമ്പയർ ചെയ്യരുത്. എന്ന് വെച്ചാൽ ഒരു യക്ഷിക്കഥ തന്നെയാണ്. യക്ഷി വരുന്ന സീനൊക്കെ നന്നായിട്ട് ഹൊറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ആവറേജ് മൂവി. മാത്യുവിന്റെ അവസാനത്തെ സീനൊക്കെ അവസാനമൊക്കെ മാത്യു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു ആക്ഷൻ സീനിലൊക്കെ മാത്യു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഒരു ആവറേജ് കുഴപ്പമില്ലെന്നേ ഉള്ളൂ. എന്ന് വെച്ചാല് ഒരു വൺ ടൈം വാച്ച് മൂവി ആയിട്ട് കുഴപ്പമില്ല. എന്ന് വെച്ചാല് മോശം പറയാനൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടുള്ളൂ. എല്ലാരും കാണാം, പേടിക്കാനൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഹൊററൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എന്നാലേ അതിന്റെ ഒരു ഇമ്പാക്ട് കിട്ടുള്ളൂ. OTT വേണ്ടി വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. എന്തോ ഞെട്ടിച്ചു. ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് ക്ലൈമാക്സിൽ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു എന്റർടൈനർ ആണ്. ക്ലൈമാക്സിലൊക്കെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. നല്ല നല്ല സിനിമയായിരുന്നു. ആ ഒരു കോംബോ, സഭ പിന്നെ മറ്റേ ചേട്ടന്റെ പേരെങ്കിൽ മറന്നുപോയി, മാത്യു കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ നല്ലതായിരുന്നു. പേടിക്കാനുണ്ട്, പക്ഷെ കോമഡിയിലാണ്. നമുക്ക് ആ ഒരു ഫണ്ണാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ? അടിപൊളി. എല്ലാം ഉണ്ട്. ചിരിക്കാനുണ്ട്, പേടിക്കാനുണ്ട്. രസാണ്. നന്നായിട്ടുണ്ട്. എല്ലാരും സൂപ്പറാണ്. മാത്യു അടിപൊളി അഭിനയിച്ചു. കോമഡി അത്യാവശ്യം ഇല്ല, നമുക്ക് നല്ല രീതിയിൽ കണ്ട് ഇരിക്കാം. അങ്ങനെ പേടിച്ചായി സീറ്റഡ് ജോൺ ചോദിച്ചു അത്ര ഇങ്ങനെ ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന പോലെ ഒന്നല്ല. പക്ഷെ നല്ല ഇപ്പോ ശരത്തേട്ടനായാലും മാത്യു ശരത്തേട്ടൻ്റെ കോംബോ ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതില് നമ്മളിപ്പോ ഫസ്റ്റ് ഡേ ഈ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. ഇതിലിപ്പോ അവരുടെ കുറച്ച് ബീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലി കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ തന്നെ അല്ലേ. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ വിഷ്വലി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു ഹൊറർ എലമെന്റ് ഉള്ള ഒരു സിനിമയാണ്. നല്ല രസമുണ്ട്. ഇപ്പം എഡിറ്റിംഗ് ആയിരുന്നു തന്നെ പക്ഷേ ഡയറക്ഷനോട്ട് വന്നപ്പോൾ മികച്ചൊരു മേക്കിംഗ് ആണ്. നല്ല രസമുണ്ട്. പിന്നെ മാത്യുവിന്റെ ആണെങ്കിലും അവരുടെ 3 പേരുടെ കോമ്പിനേഷൻ ഒക്കെ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. റോഷന്റെ ആണെങ്കിലും ശരത്കാല അവരുടെ 3 പേരുടെയും നല്ല രസമുണ്ട്. പിന്നെ മ്യൂസിക് ആണെങ്കിലും ഇപ്പം ആക്ഷൻ അവരുടെ ആണെങ്കിലും വർക്കൗട്ട് ആയിട്ടുണ്ട്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു ഹൊറർ നല്ല ത്രില്ലർ മൂഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ ആണ് എല്ലാവരും. ഏകദേശം ഒരു വ്യത്യാസമുണ്ട്. ഏതായാലും നിങ്ങൾ കണ്ടു നോക്കാം തിയേറ്ററിൽ. അപ്പം ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന മറ്റുള്ള സിനിമയെക്കാട്ടി കുറച്ച് നെക്സ്റ്റ് ലെവലിലോട്ടാണ്. തിയേറ്ററിലൊന്ന് കണ്ടിട്ട് പറയാം. ഫൈറ്റ് സീൻസ് ഒക്കെ ആണെങ്കിൽ നല്ല ഇപ്പം കലീഗിങ്സ് ആയിരുന്നു. അപ്പൊ അവര് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടെ ട്വിസ്റ്റും ഉണ്ട്. അപ്പം സസ്പെൻസ് ഒക്കെ ഉണ്ട്. അപ്പം തിയേറ്ററിൽ തന്നെ കാണാം. നമ്മള് സ്പോയിലർ ആക്കുന്നുണ്ട്.